അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂരും അമ്പലപ്പുഴയിലും ഒക്കെ വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെയുണ്ട്. ഗുരുവായൂരിലെ പ്രസിദ്ധമായ ഉറിയടി ഘോഷയാത്ര 9 മണിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. വർണ്ണാഭമായ ശോഭായാത്രകളും സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട്. അപ്പോൾ ലെവിൻ കെ വിജയനുണ്ട് രാവിലെ ഗുരുവായൂരിൽ നിന്ന്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ലെവിനിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ലെവിനെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഗുരുവായൂരിലെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഗുരുവായൂരാണ് ലെവിൻ ഉള്ളതും. എന്താണ് ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? എന്താണ് കാഴ്ചകൾ രാവിലെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസം, ജന്മാഷ്ടമി ദിവസം ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ഇവിടെ അനുഭവപ്പെടുന്നതെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിലുള്ള തിരക്ക് നമുക്ക് ഊഹിക്കേണ്ടതില്ല. വലിയ തിരക്കും ജനങ്ങളുടെ ഒരു പ്രവാഹവും ഒക്കെയാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒട്ടേറെ ആഘോഷങ്ങളും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ മുഹൂർത്തം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒട്ടേറെ വിവാഹങ്ങൾ നടക്കുന്നു. ഇന്ന് ജന്മാഷ്ടമി ദിവസവും വിവാഹങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിലുള്ളത്. ഇന്ന് 148 വിവാഹങ്ങളാണ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങുകളടക്കം 200-ലധികം വിവാഹങ്ങൾ ഇന്ന് നടക്കുമെന്നാണ് കരുതുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശേഷാൽ പൂജകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ നട തുറന്നു. VIP ദർശനം 6 മണിക്ക് ശേഷം ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ഭക്തർക്ക് ഇവിടെ വന്ന് തൊഴുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റുമൊക്കെയായി വലിയ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളും ജന്മാഷ്ടമിയോടനുബന്ധിച്ചിട്ടുള്ള വഴിപാടുകളുമൊക്കെ ഓരോ ഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് അപ്പം വഴിപാടാണ് ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായി കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ അഷ്ടമി രോഹിണി സദ്യ, അത് ഏറെ പ്രസിദ്ധമാണ്. അഷ്ടമി രോഹിണി സദ്യ, വിശേഷാൽ വിഭവങ്ങളൊക്കെ ചേർത്തുള്ള അഷ്ടമി രോഹിണി സദ്യ കഴിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. 40,000-ലധികം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അഷ്ടമി രോഹിണി ആഘോഷത്തിനായി, ജന്മാഷ്ടമി ആഘോഷത്തിനായി 38,47,700 രൂപയുടെ എസ്റ്റിമേറ്റാണ് ദേവസ്വം തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതും പറയേണ്ടതുണ്ട്. പ്രധാനമായും വിശേഷാൽ വിഭവങ്ങളടങ്ങിയ പ്രസാദ ഊട്ടാണ് ഈ ജന്മാഷ്ടമി ദിവസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നായി ഗുരുവായൂരിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള ശോഭായാത്രകൾ. കണ്ണന്മാരും ഗോപികമാരും അടങ്ങുന്ന കുട്ടികളൊക്കെ കൃഷ്ണവേഷം ധരിച്ച്, രാധികാവേഷം ധരിച്ചൊക്കെ നടത്തുന്ന ഘോഷയാത്രകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ മമ്മിയൂർ ക്ഷേത്രം, പെരുന്തട്ട ശിവക്ഷേത്രം, നെന്മണി ബലരാമക്ഷേത്രം, അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ശോഭായാത്രകളുണ്ട്. ആഘോഷ പരിപാടികളായി തന്നെ അത് നടക്കും. ഉറിയടി അടക്കമുള്ള കായിക മത്സരങ്ങളും ഇതിൻ്റെ ഭാഗമായി, ഈ ജന്മാഷ്ടമി ദിവസത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്ര, എഴുന്നള്ളിപ്പ്, ഗുരുവായൂരത്തെ ഉറിയടി ദൃശ്യങ്ങളൊക്കെ എല്ലാ വർഷവും വരാറുണ്ട്. അത് ഈ ഭയങ്കര രസമാണ്. ഈ ഉറിയടി, അവിടുത്തെ ഈ നമ്മുടെ ശോഭയാത്രയ്ക്കപ്പുറം ഉറിയടി കാണാൻ ഒത്തിരി പേര് വരാറില്ലേ ലെവിൻ? അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സേതു, അത് 9 മണിയോടുകൂടിയാണ് അത്തരം പരിപാടികൾ ഒക്കെ ആരംഭിക്കുക. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചല്ല, തൊട്ടടുത്ത മമ്മിയൂർ ശിവക്ഷേത്രത്തിലും അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിലുമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ ഉറിയടിയും ഘോഷയാത്രയും ഒക്കെ നടക്കുക. അതിന് സമയം 9 മണിയോടുകൂടി അടുത്തുള്ള സമയത്തായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ഗോപികാ നൃത്തം എന്നുള്ള പ്രത്യേക നൃത്ത പരിപാടി, അത് നിരവധി ഗോപികമാർ അണിനിരന്നുകൊണ്ടുള്ള നൃത്ത പരിപാടിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്നുള്ളത് രാവിലെ മുതലുള്ള വിശേഷാൽ പൂജകളും മറ്റുമാണ്. ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടെയുള്ളത്. പ്രസാദകൂട്ടടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട്
ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്, പ്രത്യേക മേളങ്ങളുണ്ട്. പെരുവനംകുട്ടന്മാരുടെ നേതൃത്വത്തിൽ 2 സമയങ്ങളിലായി രാവിലെയും വൈകിട്ടുമായി മേളങ്ങളുണ്ട്. അങ്ങനെ വിശേഷാൽ ചടങ്ങുകൾ കൊണ്ടും ആഘോഷങ്ങൾ കൊണ്ടുമൊക്കെ ജന്മാഷ്ടമി ദിവസം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈ സമീപത്തെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ. അത് രാവിലെ മുതൽ ആരംഭിക്കും. ആ ശോഭായാത്രകൾ പൂർത്തീകരിക്കുന്നതിനും മറ്റുമൊക്കെയായി ഈ സമീപ ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ക്രമീകരണങ്ങളൊക്കെ അപ്പം അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാം. വലിയ തിരക്ക്, വലിയ ഭക്തജന തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സമാനമായ കാഴ്ച നമ്മളിപ്പം ഈ ആറന്മുള ക്ഷേത്രത്തിലും അതേപോലെ തന്നെ പൂർണ്ണത്രയീശയിലും ഒക്കെ പോയാലും ഏറെക്കുറെ ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെയും ഇത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ 7 ലക്ഷത്തോളം രൂപയുടെ കറക്റ്റ് 7 ലക്ഷത്തോളം രൂപയുടെ അപ്പം, അതേപോലെ തന്നെ ഉണ്ണിയപ്പം, പിന്നെ അതേപോലെ 1 ലക്ഷം രൂപയോളം വരുന്ന അത്രയ്ക്കോളം വരുന്ന പാൽപ്പായസം ഒക്കെ നേരത്തെ തന്നെ വഴിപാടായിട്ടൊക്കെ പോയിട്ടുണ്ട് ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രം എന്നാണ് കഴിഞ്ഞ ദിവസം അറിയാൻ ഈ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല നമുക്കറിയാലോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശോഭയാത്രയൊക്കെ എപ്പോഴും കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് കൂടി കാഴ്ചകളിലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോകാം. നമ്മുടെ ഈ ആറന്മുളയിലെയും പൂർണ്ണത്രയീശയിലെയും ഒക്കെ കാഴ്ചകളിലേക്കും കൂടിയൊക്കെ നമുക്ക് പോകാം കുറച്ച് കഴിഞ്ഞിട്ട്.